വിനേട്ടൻ നിക്ക്. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എല്ലാവരും കേൾക്കേ വേണം എനിക്കത് പറയാൻ. ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് എന്റേതായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാവണം എന്റെ മുഖത്തേക്ക് ഏട്ടനിപ്പോ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. അതാ എനിക്ക് സഹിക്കാത്ത. ഓർമ്മ വെച്ച നാള് മുതല് ഇന്ന് വരെ എന്റെ മുന്നില് മുഖം കറുപ്പിച്ച് ഏട്ടൻ നിന്നിട്ടില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഇപ്പൊ അത് നടന്നു. അതുകൊണ്ട് ഞാൻ എന്റെ നിലപാട് മാറ്റുക. ഏട്ടന്റെ കല്യാണ കാര്യത്തിൽ ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയി. വിനയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഐ എം സോ സോറി. ഇന്നലെ വരെ ഒരേട്ടനെ പോലെയല്ല, ഒരച്ഛന്റെ കരുത്തും കരുതലും തന്നയാളാണ് എനിക്കെന്റെ ഏട്ടൻ. ആ ഏട്ടനെ ഞാൻ വേദനിപ്പിച്ചത് തെറ്റായിപ്പോയി. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും നമുക്കെല്ലാവർക്കും ചേർന്ന് എത്രയും പെട്ടെന്ന് ഏട്ടന്റെ കല്യാണം നടത്തണം. രോഹിണി ചേച്ചിയെ കൊണ്ട് തന്നെ. എന്റെ ഈശ്വര, ഇനി ഇപ്പൊ ഇവിടെ ഇടിവെട്ടി മഴ പെയ്യും. എനിക്കത് ഉറപ്പാ. അതെ അതെ, എനിക്ക് സമാധാനമായി. സത്യം. എനിക്കും അതെ. വിനയന്റെ കാര്യത്തില് വിസ്മയം ഒരിക്കലും കടുംപിടുത്തം പിടിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഏട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാ. ഇനിയെങ്കിലും എന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കണം. അപേക്ഷയാ. അല്ല ചേച്ചി, ചേച്ചി എന്താ പെട്ടെന്നിപ്പോ വാക്കുമാറ്റിയത്? എന്തു പറ്റിയിപ്പോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ, നാക്ക് മാറ്റാൻ പറ്റുമോ? നീ ഒന്നും മിണ്ടാതിരുന്നേടി. മോനെ, വിസ്മയ പറഞ്ഞ പോലെ ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം. വേണ്ട. ഈ വിവാഹം ഉടൻ നിങ്ങൾ നടത്തണ്ട. എനിക്ക് സമ്മതമല്ല അത്. വിനയ, എടാ നീ എന്താ ഇങ്ങനെ? ഞാൻ എന്താ എങ്ങനെയെന്ന്? എന്താ മുത്തച്ഛൻ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഊതുമ്പോൾ അങ്ങോട്ടും ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ടും വലിയുന്നൊരു ബലൂണാണ് ഞാനെന്നോ? ഞാനൊരു മനുഷ്യനാ, ഒരു പുരുഷൻ. ദാ ഇവരുടെയൊക്കെ ജ്യേഷ്ഠൻ. ഇവര് പറയുമ്പോൾ താലി മറക്കാനും ഇവര് പറയുമ്പോൾ താലി കെട്ടാനും നടക്കുന്ന ഒരു കോമാളി അല്ലെന്നർത്ഥം. അത് ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കിയ കൊള്ളാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.